ഈ ആതുര സേവന രംഗത്ത് പ്രതിസന്ധികൾ നടക്കുന്ന ഈ സമയത്ത് മിഥുനോട് രണ്ട് വാക്ക് പറയാനുള്ളത്, ഇത് ദൈവത്തിന്റെ കരസ്പർശനമേറ്റ ഒരു തൊഴിലാണ്. അതിൽ സത്യസന്ധതയും സ്നേഹവും അത് ഉൾക്കൊണ്ട് എല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയി ഈ പ്രൊഫഷനിൽ കഴിവ് തെളിയിക്കുക എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവരാലും ആദരിക്കപ്പെടുന്ന പ്രിയങ്കരനായ മിഥുൻ കൃഷ്ണൻ, മിഥുന്റെ മാതാപിതാക്കൾ, അമല സ്നേഹത്തോടെ വിളിക്കുന്ന രാധക്കുട്ടനും സിന്ധു, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കൗൺസിലർ ഷിയോപ്പോൾ ഉൾപ്പെടെ, ഗീത ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ളവരെ, ഇന്ന് മിഥുനെ അഭിനന്ദിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും നാട് മുഴുവനും ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. അത് മിഥുനോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രകടനമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങൾ ജനിക്കുന്നു, മാതാപിതാക്കൾ അവരെ വളരെ പ്രതീക്ഷയോടെ ലാളിച്ച് വളർത്തി വലുതാക്കുകയാണ്. അപ്പോൾ അതിൽ എന്തുമാത്രം മാതാപിതാക്കളും വിജയിക്കുന്നു, കുട്ടികളും വിജയിക്കുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള ഓരോ വിജയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. രാധാകൃഷ്ണനും സിന്ധുവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. മക്കളെ അത്രമാത്രം പ്രതീക്ഷയോടെ ഓമനിച്ച് പ്രാർത്ഥിച്ച് വളർത്തുകയാണ്. അപ്പോൾ മക്കളും അതിനനുസൃതമായി ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ആ അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനും പഠിക്കാനും തയ്യാറാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിയുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു മാതൃകയാവണം. മാതാപിതാക്കൾ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് മക്കളെ വളർത്തുന്നതെന്ന് ഒരു പക്ഷേ കുട്ടികളായിരിക്കുമ്പോൾ മനസ്സിലാവില്ല. നമ്മളും വലുതായി കഴിയുമ്പോൾ നമ്മളും കുട്ടികളെ വളർത്തുമ്പോഴാണ് അന്നത്തെ അനുസരണക്കേടിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോ അത്രമാത്രം പ്രതീക്ഷയോടെ വളർത്തി മിഥുനും അതിന്റെ ആ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിച്ച് വളർന്നുകൊണ്ട് ഇതിൽ നിന്നൊരു ഡോക്ടറായി നാടിന്റെ എല്ലാം അഭിമാനമായി ഭാവി നാടിന് പ്രയോജനകരമാകുന്ന വിധത്തിൽ ഇവിടെ എല്ലാവരും ജോഷി പറഞ്ഞതിന് തുടക്കം കുറിച്ചു. അതൊരു സേവനം നിരവധി മേഖലകൾ ജീവിതത്തിലുണ്ടെങ്കിലും നാട്ടിലെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഏറ്റവും നല്ല പ്രൊഫഷനാണ് ഡോക്ടറാവുക എന്നുള്ളത്. അതിന് ജനങ്ങളെ അങ്ങോട്ട് സഹായിക്കാനും അവരുടെ ആദരവ് ഇങ്ങോട്ട് പിടിച്ചു പറ്റാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ ഒരു ജോലിയാണ്. ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇതിന് കഴിഞ്ഞത് ഇതിന്റെ വലിയൊരു ഭാഗ്യമായി കാണുന്നു, ദൈവാനുഗ്രഹമായി കാണുന്നു. നാട്ടുകാർക്കെല്ലാം അതൊരു അഭിമാനവും അനുഗ്രഹവുമായി തന്നെയാണ് കാണുന്നത്. അത് ആ നിലയിൽ തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രൊഫഷനിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ന് നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രൊഫഷനാണ്. കാരണം കൽക്കട്ടയിലെ ഡോക്ടർ മരിച്ചതോടുകൂടിയാണ് ഇപ്പോൾ അവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമാണ്. നമുക്കറിയാം, ഒരു ഡോക്ടർ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് വളരെ ദൈവികമായ ഒരു സേവനമാണ്. അതിന്റെ മഹത്വം, ആ എത്തിക്സ് ഇന്ന് പലരും മറക്കുന്നു എന്നുള്ളതാണ്. വലിയ ശമ്പളമോ അല്ലെങ്കിൽ പ്രതിഫലമോ കിട്ടുമ്പോൾ ഓരോ ആശുപത്രികളും മാറി 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 പോവുകയാണ്. ഈ ഡോക്ടർമാര് വാങ്ങുന്ന വലിയ പ്രതിഫലം ഒരുപക്ഷെ രോഗികളുടെ ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നതിനും കാരണമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രതിഫലം വേണം, അതോടൊപ്പം തന്നെ ഇതൊരു വലിയ സേവനമായി കൂടി കണ്ട് ആ പവിത്രമായ സേവനത്തിൽ ഉറച്ചുനിന്ന് മുന്നേറാൻ ഇതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ടുകാരുടെ പേരിലുള്ള എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. രീതിയിൽ വളർത്തിയെടുക്കാനും അല്ലെങ്കിൽ അതുപോലെ അവരുടെ പ്രാർത്ഥന ജീവിത പറഞ്ഞ പോലെ പ്രാർത്ഥനയും അതുപോലെ നല്ല വഴിയിൽ കൂടെ നയിക്കാനും കഴിഞ്ഞ ഇതിനൊരു നേട്ടമായി തീർച്ചയായിട്ടും ഈ നേട്ടം കൈവരിച്ചത് നാടിനും ഒരു അഭിമാനമാണ്. ജോഷി പറഞ്ഞ പോലെ വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ആത്മാർത്ഥയോടും സത്യസന്ധതയോടും കൂടി ഈ പരിപാടി ഇനിയും ഉന്നതങ്ങളിലേക്ക് ഉയരുന്നതിനും കൂടുതൽ കൂടുതൽ ഡിഗ്രികളും ആളുകൾക്ക് ആതുര സേവന രംഗത്ത് മികച്ച സേവനം ലഭ്യമാകുന്നതിനും ഇടവരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ ദേശത്ത് നിന്ന് ഒരു ആൾ കൂടി ആതുര സേവന രംഗത്ത് വളരെ ഉന്നതമായ വിജയത്തോടു കൂടി വന്നിരിക്കുകയാണ് ഡോക്ടർ മിഥുൻ കൃഷ്ണ. ഡോക്ടർ മിഥുന് ആദ്യമേ തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മിഥുന് ചെറുപ്പം മുതൽ തന്നെ ശ്രീ ശാരദ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ പഠനത്തിൽ വലിയ മികവ് തെളിയിച്ചിട്ടൊരു വ്യക്തിയാണ്. നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ എല്ലാവരുടെയും പൂർവ്വ വിദ്യാർത്ഥികളായ ജി ശങ്കരക്കുറുപ്പിന്റെ നാമധേയത്തിലുള്ള സ്കൂളിലെ +2 പഠിച്ചിരുന്നു. അപ്പൊ നമ്മളെല്ലാം പൂർവ്വ വിദ്യാർത്ഥിയാണ്, നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഇപ്പോൾ. MBBS ഉന്നത വിജയം കരസ്ഥമാക്കി നമ്മുടെ നാടിന് തന്നെ അഭിമാനമാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വലിയ ആശംസകളും ആദ്യമേ തന്നെ നൽകുകയാണ്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ അച്ഛനും അമ്മയും കുറച്ച് നാളായിട്ടാണ് എനിക്ക് പരിചയമുള്ളത്. എന്നും രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോകുന്നത് അവർ രണ്ടുപേരും എന്നും ഞാൻ നടക്കാൻ പോകുമ്പോൾ കാണാറുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന തന്നെയാണ് ഇതിനെ ഇവിടെ വരെ എത്തിച്ചത് തന്നെ. അതുപോലെ തന്നെ ജീവിതത്തിൽ അതൊന്നും വിസ്മരിക്കപ്പെടാതിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കാരണം നമ്മുടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ സിന്ധു ദമ്പതികളുടെ മകനായ മിഥുൻ നമ്മുടെ നാടിന് അഭിമാനമായി
ഏറ്റവും നല്ല ഉന്നത വിജയത്തോടുകൂടി MBBS കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമ്മളുടെ നാടിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഇവിടെ വളരെ കുറച്ച് ഡോക്ടർമാരൊക്കെ ഉള്ളൂ. അപ്പൊ അതിൽ ഒരു ആളായി മാറാൻ മിഥുന് കഴിഞ്ഞത് വളരെ അഭിമാനമാണ്. അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തും പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇതിന് നല്ല വിജയം കരസ്ഥമാക്കിയ മിഥുന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അനുമോദിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്നും ആതുര സേവന രംഗത്തേക്ക് ഇന്ന് കാലെടുത്ത് വെക്കുന്ന മിഥുന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നേരത്തെ ജോഷി പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ നല്ലൊരു കാൽവയ്പോട് കൂടി തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് നമ്മൾ ആദരിക്കാൻ പോകുന്ന ഋതുകൃഷ്ണന് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരു MBBS പാസ്സായി അതിനുവേണ്ടി നമ്മളുടെ നാടിനെ ആദരസേവനം ചെയ്യാനും അവൻ ഇപ്പോൾ PG എടുക്കാനായിട്ട് മലപ്പുറം വീണ്ടും ചേർന്നിരിക്കുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. വിശിഷ്ടാതിഥികൾക്കും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ എനിക്ക് തന്ന ഈ അംഗീകാരം ഒരു പ്രചോദനമായി കണ്ട് എൻ്റെ ഭാവി താല്പര്യങ്ങളും ഭാവി സേവനങ്ങൾക്കും പ്രചോദനമായി കണ്ട് ഞാൻ മുന്നേറുമെന്ന് കാത്തു നിൽക്കുന്നു.